പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രിയപ്പെട്ട ചങ്ങാതിയായ ശതകോടീശ്വരൻ ഗൗതം അദാനിക്ക് അമേരിക്ക ഒരു പണി കൊടുത്തിരിക്കുകയാണ്. ഗൗതം അദാനിയുടെ കമ്പനിക്കെതിരെയും ഗൗതം അദാനിയുടെ ബന്ധുക്കളും കമ്പനിയിലെ ബോർഡ് ഓഫ് ഡയറക്ടർമാരായ അംഗങ്ങൾക്കെതിരെയും അമേരിക്കയിൽ 2 കേസുകൾ രജിസ്റ്റർ ചെയ്യപ്പെട്ടിരിക്കുകയാണ്. ഒരു ക്രിമിനൽ കേസും ഒരു സിവിൽ കേസുമാണ് രജിസ്റ്റർ ചെയ്യപ്പെട്ടിരിക്കുന്നത്. ഇതിന് കാരണമായത് 20 വർഷത്തിനുള്ളിൽ $2 ബില്യൺ ലാഭമുണ്ടാക്കും എന്ന് പ്രതീക്ഷിക്കുന്ന ഒരു സൗരോർജ പദ്ധതിക്കായി വലിയ തോതിൽ കൈക്കൂലി ഇടപാടുകൾ നടത്തുകയും അത് മറച്ചു വച്ചുകൊണ്ട് അമേരിക്കയിലെ നിക്ഷേപകർക്കിടയിൽ നിക്ഷേപ തട്ടിപ്പ് നടത്തി എന്നുമാണ് കേസ്. ഈ കേസ് അമേരിക്കയിൽ അദാനിയുടെ ഒരു കമ്പനിക്കെതിരെ രജിസ്റ്റർ ചെയ്യപ്പെടുന്ന ആദ്യത്തെ കേസാണെന്ന് പറയേണ്ടിയിരിക്കുന്നു. ഇത്രയും വിവാദമായ ഈ കേസിന് അടിസ്ഥാനമായ കൈക്കൂലി ഇടപാടുകൾ നടന്നിരിക്കുന്നത് ഇന്ത്യയിലാണ് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇന്ത്യയിൽ നടന്ന കൈക്കൂലി ഇടപാടുകളുടെ പേരിലാണ് ഇപ്പോൾ അമേരിക്കയിൽ അദാനിക്കെതിരെ ഒരു കേസ് രജിസ്റ്റർ ആയിരിക്കുന്നത് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇന്ത്യയിലെ ദേശീയ മാധ്യമങ്ങൾ ഉൾപ്പെടെ ചെറിയ തോതിലെങ്കിലും ഈ വാർത്ത നൽകി തുടങ്ങിയിട്ടുണ്ട്. എന്തായാലും ഈ വിഷയം കൃത്യമായി പഠിച്ച് ഈ വിഷയത്തിൻ്റെ ഇന്ത്യൻ മാനങ്ങൾ വിശദീകരിച്ചുകൊണ്ട് CPMന്റെ കേന്ദ്ര കമ്മിറ്റി അംഗവും സാമ്പത്തികകാര്യ വിദഗ്ധനുമായ ഡോക്ടർ തോമസ് ഐസക് ഒരു ലഘുവായ കുറിപ്പ് പങ്കുവച്ചിട്ടുണ്ട്. ആ കുറിപ്പ് ഇങ്ങനെയാണ്: അദാനി വീണ്ടും കുഴിയിൽ. ഇന്ന് മാർക്കറ്റ് തുറക്കേണ്ട താമസം അദാനിയുടെ സ്റ്റോക്കുകളെല്ലാം താഴേക്ക് കൂപ്പുകുത്തി. 1 മണിക്കൂറിനുള്ളിൽ 15 മുതൽ 20% വരെയാണ് ഓഹരികളിലെ വിലയിടിഞ്ഞത്. ന്യൂയോർക്കിലെ ഒരു കോടതി അദാനിയെയും അടുത്ത ബന്ധുവും അദാനി ഗ്രീൻ എനർജിയുടെ ഡയറക്ടറുമായ സാഗർ അദാനിയെയും മറ്റ് 7 ഉദ്യോഗസ്ഥരെയും ചാർജ് ഷീറ്റ് ചെയ്തിരിക്കുകയാണ്. ഹാജരായില്ലെങ്കിൽ അറസ്റ്റുമുണ്ടാകും. ലോകത്തെ 18ാമത്തെയും ഇന്ത്യയിലെ 2ാമത്തെയുമായ ശതകോടീശ്വരനെ സംബന്ധിച്ച ഈ വാർത്തയാണ് ഓഹരി കമ്പോളത്തെ പിടിച്ചുകുലുക്കിയത്. കൗതുകകരമായ കാര്യം, അദാനി കമ്പനി ഇന്ത്യയിൽ കൊടുത്ത കൈക്കൂലിക്കാണ് അമേരിക്കയിൽ കേസ് എടുത്തിരിക്കുന്നത്. അദാനി ഗ്രീൻ എനർജി ലിമിറ്റഡ് 12 ജിഗാവാട്ടിന്റെ സോളാർ വൈദ്യുതി കരാർ ഇന്ത്യ സർക്കാരിൽ നിന്നും തട്ടിയെടുക്കാൻ ഉദ്യോഗസ്ഥർക്ക് 2200 കോടി രൂപ കൈക്കൂലി നൽകി. ഇതിൽ അമേരിക്കയ്ക്ക് എന്താണ് ഛേദമെന്നായിരിക്കും നിങ്ങൾ ചിന്തിക്കുക. സർക്കാരിൻ്റെ ഓർഡർ ലഭിച്ചതോടെ അദാനി ഗ്രീൻ എനർജി കമ്പനിയുടെ അടുത്ത 2 പതിറ്റാണ്ട് കൊണ്ട് 16,000 കോടി രൂപ ലാഭം ഉറപ്പായി. ഇത് പൊലിപ്പിച്ച് കാണിച്ചാണ് ഈ കമ്പനി അമേരിക്കൻ ബോണ്ട് മാർക്കറ്റിൽ നിന്ന് വലിയ തോതിൽ നിക്ഷേപം സ്വീകരിച്ചത്. അങ്ങനെ അദാനി അമേരിക്കൻ നിക്ഷേപകരെ കബളിപ്പിച്ചു എന്നതാണ് കേസ്. എന്തൊക്കെയാണ് നാം കേൾക്കുന്നത്? മോദിയുടെ ഏറ്റവും വലിയ സുഹൃത്താണ് അദാനി. അദാനിയുടെ ഉദയവും വളർച്ചയും മോദിയുടെ കൈത്താങ്ങിലായിരുന്നു. ഹിൻഡൻബർഗ് റിപ്പോർട്ട് സൃഷ്ടിച്ച തകർച്ചയിൽ നിന്ന് രക്ഷപ്പെടുത്തിയതും മോദി തന്നെ. ഇന്ത്യയിലെ പൊതുമേഖലാ ബാങ്കുകളും അജ്ഞാത സോവറിൻ നിക്ഷേപകരും ഇടപെട്ടാണ് തകർച്ചയുടെ നെല്ലിപ്പടിയിലെത്തിയ ഓഹരി വിലകളെ അന്ന് ഉയർത്തിയത്. പക്ഷേ ഈ അദാനിക്ക് പോലും സോളാർ കരാർ കിട്ടാൻ കാണേണ്ടവരെയൊക്കെ കാണേണ്ട പോലെ കാണേണ്ടി വന്നു. 2200 കോടി രൂപയാണ് കൈക്കൂലി നൽകിയത്. ഇതിൽ ഏതൊക്കെ രാഷ്ട്രീയ നേതാക്കൾ ഉൾപ്പെടുമെന്നുള്ളത് കാത്തിരുന്ന് കാണാം. മോദി ഭരണം രാജ്യഭരണത്തെ അഴിമതിയുടെ കൂത്തരങ്ങാക്കിയിരിക്കുന്നു. അമേരിക്കൻ റെഗുലേറ്റർമാരെ മാത്രമല്ല ഇന്ത്യ അദാനി കബളിപ്പിച്ചിരിക്കുന്നത്. ഇന്ത്യയിലെ സെബിയെയും സ്റ്റോക്ക് എക്സ്ചേഞ്ച് അതോറിറ്റികളോടും ഇതേ കള്ളം പറഞ്ഞു. എന്തെങ്കിലും നടപടി ഈ റെഗുലേറ്റർമാർ എടുക്കുവാൻ തയ്യാറാവുമോ? ഹിൻഡൻബർഗ് ആരോപണങ്ങളുടെ മേൽ അടയിരിക്കുന്നത് സെബിയാണ്. അതിൻ്റെ മേധാവി മാധവി ബുച്ചിനെതിരെ ഗുരുതരമായ അഴിമതി ആരോപണങ്ങൾ ഉയർന്നിട്ടും അവരെ മോദി സംരക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ വീണുകൊണ്ടിരിക്കുന്ന കുഴിയിൽ നിന്ന് അദാനിക്ക് കരകയറുക അത്ര എളുപ്പമല്ല. കാരണം കേസ് ചാർജ് ചെയ്തിരിക്കുന്നത് അമേരിക്കൻ കോടതിയിലാണ്. ട്രംപിൻ്റെ ചൊൽപ്പടിക്കാർ അല്ലാതെ ഒട്ടേറെ ജഡ്ജിമാർ അമേരിക്കൻ നീതിന്യായ സ്ഥാപനങ്ങളിലുണ്ട്. അതുകൊണ്ട് ഇന്ത്യയിലെ കോടതികളിൽ ഇടപെട്ട് അദാനിമാരെ സംരക്ഷിക്കുന്നത് പോലെ രാഷ്ട്രീയക്കാർക്ക് അമേരിക്കൻ കോടതികളിൽ ഇടപെടുക അത്ര എളുപ്പമായിരിക്കില്ല. ഇങ്ങനെയാണ് തോമസ് ഐസക് ആ പോസ്റ്റ് അവസാനിപ്പിക്കുന്നത്. നമുക്കറിയാം, മുൻപ് ഹിൻഡൻബർഗ് റിപ്പോർട്ട് പുറത്തു വന്ന ഘട്ടത്തിൽ അദാനി എന്ന കമ്പനി എങ്ങനെയാണ് സ്റ്റോക്ക് മാർക്കറ്റ് തിരിമറികൾ നടത്തുന്നത് എന്നത് പകൽ പോലെ വ്യക്തമായിരുന്നു. എന്നാൽ സെബി അടക്കമുള്ള ഏജൻസികൾ അന്ന് അന്വേഷണം എന്നൊരു പ്രഹസനം പ്രഖ്യാപിക്കുന്നതിനപ്പുറം
ഒരു നടപടിയും അദാനിക്കെതിരെ എടുക്കുന്നത് നമുക്ക് കാണാൻ സാധിച്ചിട്ടില്ല. അതിന് കാരണം നരേന്ദ്രമോദിയെയും BJP-യെയും ഇന്ന് കാണുന്ന ഉയരങ്ങളിലേക്ക് എത്തിക്കാൻ ഉള്ള പണം അല്ലെങ്കിൽ അതിനുള്ള നിക്ഷേപം നടത്തിയ വ്യവസായികളിൽ പ്രമുഖനാണ് അദാനി എന്ന കാര്യം ജനത്തിന് അറിയുന്നത്. അതുകൊണ്ട് തന്നെയാണ് അദാനി ഇന്ത്യയിൽ എപ്പോഴും സംരക്ഷിക്കപ്പെടുന്നത് നമ്മൾ കണ്ടിട്ടുള്ളത്. അദാനിക്കെതിരായി ഇന്ത്യയിൽ ഒരു കോടതി വിധിയെടുത്ത് പുറത്തു വരുന്നത് ഗുജറാത്തിൽ നിന്നാണ്. ഗുജറാത്തിലെ ഒരു ഗ്രാമത്തിൽ അദാനിയുടെ പോർട്ടിനായി ഏറ്റെടുത്ത ഭൂമിയിൽ മിച്ചമായി ഇപ്പോഴും ഉപയോഗിക്കാതെ കിടക്കുന്ന ഭൂമി തിരികെ ഗ്രാമീണർക്ക് നൽകുക എന്നൊരു ഉത്തരവ് ഗുജറാത്ത് ഹൈക്കോടതിയിൽ നിന്നും വന്നതൊഴിച്ചാൽ അദാനിക്കെതിരെ പൊതുവിൽ അങ്ങനെ വലിയ വിധി പ്രസ്താവങ്ങളൊന്നും തന്നെ ഇന്ത്യയിലെ കോടതികളിൽ നിന്നും വരുന്നതായി നമുക്ക് കാണാൻ സാധിക്കില്ല. എന്തായാലും ഇപ്പോൾ അമേരിക്കയിലെ കോടതിയിൽ 2 കേസുകളാണ് അദാനിയുടെ കമ്പനിക്കെതിരെയും അദാനി ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിനെതിരെയും ചുമത്തിയിരിക്കുന്നത്. ഒന്നൊരു സിവിൽ കേസാണ്, മറ്റൊന്ന് ഒരു ക്രിമിനൽ കേസാണ്. ഇന്ത്യയിൽ നൽകിയ കൈക്കൂലിക്കെതിരെയാണ് ഈ കേസ് രജിസ്റ്റർ ചെയ്യപ്പെട്ടിരിക്കുന്നു എന്നത് ഇന്ത്യയിൽ ഈ വിഷയത്തിൻ്റെ പ്രസക്തി വർദ്ധിപ്പിക്കുന്നു എന്നതൊരു യാഥാർത്ഥ്യമാണ്.